السلام عليكم ورحمة الله. وعليكم السلام. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. സുലഹ നിധികളായ ബഹുമാന്യരായ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിലുള്ളവരും അല്ലാത്തവരുമായ സത്യവിശ്വാസികളെ നമ്മയൊക്കെ ശ്രദ്ധിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധന അർഹനും അത്യുത്തമമായ നാമഗുണവിശേഷങ്ങളുടെ ഉടമസ്ഥമായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിം ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു. അങ്ങനെ സൂക്ഷിച്ച് ജീവിച്ച് നരകാഗിയിൽ നിന്നും അകറ്റപ്പെട്ട് വിചാരണ കൂടാതെ തന്നെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതിനായി വിശുദ്ധ ഖുർആൻ അർത്ഥത്തോടുകൂടി വായിച്ച് പഠിച്ച് അതിൻ്റെ തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും സ്വഹീഹായ ഹദീസുകളും പഠിച്ചറിഞ്ഞുകൊണ്ട് നബിയും സഹാബത്തും ഏകോപിച്ച മാർഗം അത് ജീവിതത്തിൽ പ്രാപ്തിയാക്കി അത് പ്രഭാവം ചെയ്ത് മാതൃകയായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ്. അതല്ലാത്ത മറ്റൊരു ഇൽമ് ഇല്ല, അതാണ് മനസ്സിലാക്കുക. ഇൽമിൻ്റെ അടിസ്ഥാനം പരിശുദ്ധ ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും ഉൾമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നി ഊതിയത്തുൽ ഖുർആന വമിസ്ലുഹു, എനിക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്, അത്ര വേറെയും അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പഠിച്ചറിയുക എന്നുള്ളത് വളരെ നിർബന്ധമാകുന്നു. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമും വമുസ്ലിമ. ഇൽമ് പഠിക്കുക എന്നുള്ളത് ഓരോ ആണിനും പെണ്ണിനും, മുസ്ലിമീങ്ങളായ ആണുങ്ങളിലും പെണ്ണുങ്ങളും നിർബന്ധമാകുന്നു. മനുഷ്യർക്കൊക്കെ തന്നെ നിർബന്ധമാകുന്നു ഇൽമ് പഠിക്കുക എന്നുള്ളത്. ആ ഇൽമ് പഠിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായത് പരിശുദ്ധ ഖുർആനാണ്, അതിന് തഫ്സീറാണ് എന്നുകൂടി മനസ്സിലാക്കുക. അല്ലാഹു തആല വായിച്ച് പഠിക്കുവാൻ വേണ്ടിയുള്ള കൽപ്പനമാണ് ഒന്നാമതായി മനുഷ്യർക്ക് നൽകിയുള്ളത്. അക്കാര്യമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. യഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായിച്ച് പഠിക്കുക. യഖ്റഅ എന്നാണ് വായിക്കുക, വായിച്ച് പഠിക്കുക. വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പത്രം വായിക്കുന്ന കാര്യങ്ങൾ അറിയാനാണ്, മനസ്സിലാക്കാനാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനും അങ്ങനെ അറിയുവാൻ വേണ്ടിയുള്ള ചിന്ത, മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചിന്ത ആയിരിക്കണം നാം വായിച്ച് പഠിക്കേണ്ടത്. വായിച്ച് പഠിക്കുക. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക. ആളും ബിസ്മിയും ഒക്കെ ഓതിക്കൊണ്ടായിരിക്കണം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. പിന്നീട് അല്ലാഹു തആല പറഞ്ഞു, ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ എന്ത് ചെയ്യുന്നു? അല്ലാഹു തആല ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചു. യഖ്റഅ വറബ്ബുക്കൽ അക്രം, വായിക്കുക. എന്താണ് വായിക്കേണ്ടത്? രക്ഷിതാവ് അത്യൗദാര്യവാനാകുന്നു. എന്താണ് വലിയ ഔദാര്യമായി അല്ലാഹു നമുക്ക് നൽകിയത്? അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു. അത് വലിയൊരു ഔദാര്യമാണ്. ഇൽമ് നമ്മൾ പറയുന്നത് ഇൽമുണ്ട്, കേട്ട് മനസ്സിലാക്കുന്ന ഇൽമുണ്ട്, പറഞ്ഞ് കേൾക്കുന്ന ഇൽമുണ്ട്. അതേപോലെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പറ്റ സന്ദർഭത്തിൽ വായിച്ച് പഠിക്കാവുന്ന ഇൽമുണ്ട്. പറയുന്നത് വ്യത്യസ്ത രൂപത്തിലൂടെ ആവുമെങ്കിലും എഴുതി വെച്ചത് ഒരേ രൂപത്തിൽ തന്നെ, അതിന് മാറ്റം വരില്ല. അപ്പോൾ പറയുന്നതിനേക്കാളും കുറച്ചും കൂടി പ്രാധാന്യം എന്താവുന്നു? എഴുത്തിലൂടെയുള്ള പഠനമാണ്. കാരണം എഴുതി വെച്ചാൽ ഏത് കാലത്ത് വന്ന് എടുത്തു നോക്കുമ്പോഴും അത് പ്രകാരം ഉണ്ടാവും. പറഞ്ഞതോ ചില വ്യത്യസ്തതകളൊക്കെ ഉണ്ടായേക്കാം, സംസാരത്തിൽ വ്യത്യസ്തകൾ വരും. പ്രവാചകന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലെയുള്ള കഴിഞ്ഞ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു തആല എന്ത് ചെയ്തു? എപ്രകാരമാണോ പറഞ്ഞാൽ അപ്രകാരം തന്നെ ആവർത്തിച്ച് പറയാൻ കഴിവ് കൊടുത്തു. മനുഷ്യരായ നമുക്ക് എന്തല്ല, വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് എങ്കിൽ മാത്രമേ ആവർത്തിച്ച് പറയുമ്പോൾ തെറ്റുകൾ വരാതെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് എഴുതി വെച്ചാലോ ആ തെറ്റുകൊണ്ട് വരൂല. അതുകൊണ്ട് എഴുതുവാൻ ആണ് പഠിപ്പിച്ചു. അത് വലിയൊരു ഔദാര്യമാണ്. അതാണ് നാം മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അല്ലമിൻ ഇൻസാന മാ ലം യഅലം,
മനുഷ്യനെ അവൻ അറിയാത്ത പഠിപ്പിച്ചു. അപ്പം നമുക്ക് വിജ്ഞാനം പഠിപ്പിക്കുന്ന അള്ളാഹുവാണ്. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോ മനുഷ്യർക്കും അള്ളാഹു താല എന്ത് ചെയ്യുന്നു? ഇൽമ് പഠിപ്പിക്കുന്നു. അള്ളാഹു ആർക്കാണ് ഇൽമ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു എന്ത് ചെയ്യുന്നു? ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് ചിലപ്പോൾ മാതാപിതാക്കളിലൂടെ ആയിരിക്കാം, അധ്യാപകന്മാരുടെ ആയിരിക്കാം, അത് ചിലപ്പോൾ അത് എഴുതി വെച്ച ഗ്രന്ഥങ്ങളിലൂടെ ആയിരിക്കാം, വ്യത്യസ്തമായ രൂപത്തിലൂടെ എന്ത് ചെയ്യണം? ഇൽമ് അള്ളാഹു താല എന്ത് ചെയ്യുന്നു? അള്ളാഹു താല ഹിദായത്ത് ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നു. അക്കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അല്ലമൽ ഇൻസാന മാനിയാനും അക്കാര്യം ഓർക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൽമ് പഠിച്ചറിയണം. ഇൽമില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ വഴിയിച്ചു പോകും. അതാണ് ഫാത്തിഹ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അള്ളാഹു നമ്മളെ കൊണ്ട് ആവർത്തിച്ച് പാഠം ചെയ്യിപ്പിക്കുന്നു. സ്വറാത്ത് മുസ്തഖീം, ചൊവ്വായ പാലിനെ വഴി ചേർക്കണമേ. സ്വറാത്തല്ലദീന അൻഅംതഹിം, നീ അനുഗ്രഹിച്ചുള്ള പാതയിൽ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, കോപ്പികളുടെ പാതയിലല്ല, ജൂതക്രിസ്ത്യാനികളുടെ പാതയിലല്ല, വലദ്ദാലീൻ, വഴിച്ചവരുടെ പാതയിലുമല്ല. ആരാണ് വഴിച്ചത്? തഫ്സീർ നോക്കി നമുക്ക് കാണാം. അത് എന്ത് ചെയ്തില്ല? അവർ പഠിച്ചതുമില്ല, പ്രവർത്തിച്ചതുമില്ല. ഖുർആൻ പഠിച്ചതുമില്ല, അതിന് തഫ്സീറായ ഹദീസ് പഠിച്ചതുമില്ല, അതിനനുസരിച്ച് പ്രവർത്തിച്ചതുമില്ല. അവരാണ് ഏറ്റവും വഴിച്ചവർ. അപ്പോൾ അവരുടെ പാതയല്ല. പിന്നെന്ത് ചെയ്തു? ജൂതക്രിസ്ത്യാനികളുടെ പാത, കോപ്പികൾ. അവർ ദീനില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്നു, ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു? ഇല്ലാതാക്കി. അപ്പോൾ അവരെ പാതയുമില്ല. അപ്പോൾ രണ്ടും വലിയ തെറ്റാണ്. ഇസ്ലാമില്ലാത്ത കാര്യങ്ങൾ ഇസ്ലാമിൽ കൊണ്ടുവരിക. ഹലകൽ മുത്തനത്തിഊൻ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞ കാര്യം അതാണ്. ഹലകൽ മുത്തനത്തിഊൻ, ഹലകൽ മുത്തൻ ആവർത്തിച്ച് പറയണം. മുത്തനത്തിഊൻ, അമിതമായി ചെയ്യുന്നവർ, ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി ചെയ്യുന്നവർ നശിച്ചിരിക്കുന്നു. കാര്യം ഓർക്കുക. അതുകൊണ്ട് സ്വർഗത്തേക്ക് കടക്കാൻ ആവശ്യമായ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ട് കളഞ്ഞില്ല. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രക്ക് ഷൈഅൻ വഖദകും ഇലല്ലാഹി തആല ഇല്ലാ വഖദ് അമറത് ബിഹി. ഒരു കാര്യം കമഖാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ ആവശ്യമായ ഒരു കാര്യം അല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ട് കളഞ്ഞിട്ടില്ല. വിശുദ്ധ പറഞ്ഞു, മാത്രക്കും റസൂൽ ഫഹദുൻ, കൊണ്ടുവന്ന് അത് സ്വീകരിക്കുക. മനഹാക്കുമിനു വന്നു നമ്മൾ വിരോധിച്ചിരുന്നു വിട്ടു നിൽക്കുക. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വായിച്ചു പഠിക്കുക എന്നുള്ളത് അത്യാവശ്യമാകുന്നു. അത് എങ്ങനെയാണോ വായിച്ചു പഠിക്കേണ്ടത്, ആരിൽ നിന്നാണ് വായിച്ചു പഠിക്കേണ്ടത് എന്ന് നാം എന്ത് ചെയ്യണം? ബുദ്ധി കൊടുത്ത് ചിന്തിച്ച് മനസ്സിലാക്കണം. കാരണം വായിച്ചു പഠിക്കുമ്പോൾ ആയത്തുകളും ഹദീസുകളൊക്കെ തന്നെ അർത്ഥവ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആകുമ്പോൾ സംസ്ഥക്കാർ ഒരു സമസ്ത ഗ്രന്ഥങ്ങളോട് തന്നെയാണ് വായിച്ചു പഠിക്കേണ്ടത്. കാരണം ഇപ്പോൾ മുജാഹിദീങ്ങളുടെ പരിഭാഷകൾ നോക്കുമ്പോൾ മുജാഹിദീങ്ങളുടെ പരിഭാഷയിൽ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് മറ്റൊരു പഠിപ്പിച്ചുകൊണ്ട് അവർ വളച്ചൊടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുജാഹിദീൻ പരിഭാഷ വായിക്കരുത്, പഠിക്കരുത്, വഴിവെച്ചവരാണ്, പഠിപ്പിക്കുന്നവരാണ് എന്നൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുജാഹിദീൻ പരിഭാഷ സമസ്തക്കാരൻ തുടക്കത്തിൽ നോക്കാൻ പാടില്ല. ആദ്യം എന്ത് ചെയ്യുന്നു? സമസ്തക്കാരൻ എഴുതി വെച്ചിട്ടുള്ള പരിഭാഷ അത് നോക്കുക, പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് മുജാഹിദീങ്ങളുടെ പരിഭാഷ എടുത്ത് നോക്കുക. അമ്മാനബിയുടെ തഫ്സീർ പദാപദമായി എഴുതി വെച്ചിട്ടുണ്ട്, വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്, ഹദീസുകൾ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പണ്ഡിതമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കൂട്ടായിട്ട് ഒരുമിച്ച് അർത്ഥം എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആ രണ്ടും കൂടി താരതമ്യപ്പെടുത്തി നോക്കാം. ഇതേപോലത്തെ ഹദീസ് ഗ്രന്ഥങ്ങൾ ബുഖാരി, മുസ്ലിം ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? സമസ്തക്കാർ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊക്കെ സമസ്തക്കാരനായിരുന്ന കാലഘട്ടത്തിൽ, പള്ളി ദർസുകൾ എഴുതിയിരുന്ന കാലഘട്ടത്തിൽ സമസ്തക്കാരനായിരുന്നല്ലോ. ഈ ഗ്രന്ഥങ്ങളായിരുന്നു വാങ്ങിച്ചിരുന്നത്. എന്നുപോലെ തന്നെ റിയാദു സ്വാലിഹിൻ്റെ പരിഭാഷ സമസ്തക്കാർ എഴുതിയിട്ടുണ്ട്. ഫതഹുൽ മീൻ്റെ പരിഭാഷ പരിഷ്കാരം എഴുതിയിട്ടുണ്ട്.
ഇങ്ങനെ പ്രധാനപ്പെട്ട പല ഗ്രന്ഥങ്ങളും സമസ്തക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നോക്കുക, പഠിക്കുക, മനസ്സിലാക്കുക സമസ്തക്കാർ. ഇന്നെന്ത് ചെയ്യുക, എവിടെയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത് മുജാഹിദീങ്ങളും സമസ്തക്കാരും തമ്മിൽ, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, മുജാഹിദീങ്ങളുടെ പരിഭാഷകളും പ്രസിദ്ധീകളൊക്കെ വായിച്ചു നോക്കുക. എവിടെയാണ്, ആരിലാണ് തെറ്റ് വന്നിട്ടുള്ളത് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കും. നാം സമസ്ത ആയിക്കൊണ്ട് തന്നെ, സമസ്തയിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കണം നാം പഠിക്കേണ്ടത്. അല്ലാതെ നമ്മൾ സമസ്തക്കാരൻ ഒരാൾ മറ്റുള്ളവരുടെ പ്രസിദ്ധീകരണങ്ങൾ പരിഭാഷകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു സംശയത്തിനിട വരും. കാരണം പണ്ഡിതന്മാരിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ, വഴിവിച്ചവരാണ്, വഴിവിപ്പിക്കുന്നവരാണ് എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ആരാണ് വഴിച്ചത്, ആരാ വഴിപ്പിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഏത് പ്രസ്ഥാനക്കാരാണോ ആ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ പരിഭാഷകളും പ്രസ്തീകങ്ങളും വായിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കൂടി എന്ത് ചെയ്യുക, വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, വ്യത്യാസം മനസ്സിലാക്കണം. എങ്കിലേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് യഥാർത്ഥ മാർഗം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ആമുഖമായി നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അല്ലാഹു തആല നമുക്ക് എന്നേക്കുമായി ഓർമ്മിക്കുവാനായി ഒരു വസിയത്ത് നമ്മുടെ ആദ്യ പിതാവായ അബൂ ബഷർ, മനുഷ്യന്മാരുടെ ഒന്നാമത്തെ പിതാവ് ആദ്യം ഇസ്ലാം മുഖേന നമുക്ക് നൽകിയ ഒരു വസിയത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. സൂറത്തുൽ ബഖറ തൊട്ട് മുമ്പ് സൂറത്തുൽ ബഖറയിലെ കാര്യം അല്ലാഹു തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തൊട്ട് മുമ്പുള്ള ആയത്തുകൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപോലെ സമയക്കുറവോട് ഞാൻ ഒരായത്ത് മാത്രമാണ് ശ്രദ്ധപ്പെടുത്തുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽനാ ഇഹ്ബിതൂ മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സൂറത്തുൽ ബഖറ 28-ാമത്തെ വചനം. അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ ആകാശ ലോകത്ത് നിന്നും അല്ലാഹു ഭൂമിയിലേക്ക് നിയോഗിക്കുന്നതിന് മുമ്പ് മറ്റൊരു തോട്ടത്തിൽ ആദം നബി അലൈഹി ഇസ്ലാമിനെയും ഹവ്വാ അല്ലാഹു തആലയെയും താമസിപ്പിച്ചു. അങ്ങനെ അവിടെ നിന്നും ഭൂമിയിലേക്ക് യാത്ര അയക്കുകയാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹു തആല നൽകിയ വസിയത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. നാം പറഞ്ഞു, അല്ലാഹു പറഞ്ഞു, ഇഹ്ബിതൂ മിൻഹാ ജമീഅ, നിങ്ങളെല്ലാവരും അതിൽ നിന്നും പുറത്തു പോവുക. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ, അങ്ങനെ അല്ലാഹു തആല ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ, നമ്മളിൽ നിന്നും ഹുദ, നിർമാർഗം നിങ്ങൾക്ക് വന്നെത്തുകയും ഫമൻ തബിഅ ഹുദായ, ആ നിർമാർഗം വല്ലവനും പിൻപറ്റുകയും ചെയ്താൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അപ്പോൾ അവന് യാതൊരു ഭയമില്ല, അവൻ ദുഃഖിക്കേണ്ടി വരികയില്ല, പരലോകത്തും അവൻ ദുഃഖിക്കേണ്ടി വരികയില്ല എന്നുള്ള ആ വസിയത്താണ്. അങ്ങനെ അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിന് ദീൻ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ദുനിയാവിൽ ജീവിച്ചു, മക്കളായി എന്ത് ചെയ്തു, ജീവിച്ചു പോന്നു. അങ്ങനെ പിന്നീട് ഓരോരോ കാലഘട്ടത്തിലും പിന്നീട് അല്ലാഹു തആല എന്ത് ചെയ്തു, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് ധാരാളം പ്രവാചകന്മാരെ, നൂഹ് നബി ഇസ്ലാം മുതൽ ധാരാളം പ്രവാചകന്മാരെ നമുക്ക് ഓർമ്മയിൽ വരുന്നുണ്ട്. അതിലും എണ്ണി പറയുന്നില്ല. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പല പ്രവാചകന്മാരും അല്ലാഹു തആല ഇങ്ങോട്ട് അയച്ചു നിയോഗിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഹിദായത്ത്, സന്മാർഗം ഇന്നതാണ്, ദുർമാർഗം ഇന്നതാണ്. സന്മാർഗം നിങ്ങൾ സ്വീകരിക്കണം, ദുർമാർഗത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. ഫത്തഖുല്ലാഹു വഅതിഉ, ഇനി എല്ലാ പ്രവാചകന്മാരും ആ സമൂഹത്തോട് എന്ത് ചെയ്തു, പ്രബോധനം ചെയ്തു. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുക, നിർബന്ധ കൽപ്പനകൾ പൂർണ്ണമായും ജീവിതത്തിൽ പാത്തുമാക്കുക, സുന്നത്തായ കർമ്മങ്ങൾ കഴിയുന്നത്ര ജീവിതത്തിൽ കൊണ്ടുവരിക. ഫത്തഖുല്ലാഹ്, അള്ളാഹു സൂക്ഷിക്കുക. അതാണ് ഇത്തഖുല്ലാഹ്.
എന്ന് പറയുന്ന ചുരുക്കം. വാത്തുവിനി എന്നെ പിൻപറ്റുക. അപ്പോൾ ഉപദേശങ്ങൾ സ്വീകരിക്കുക. എന്നിട്ടോ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അത് പ്രവാചകനെ പിൻപറ്റി ജീവിക്കുക. പ്രവാചകൻ എങ്ങനെയാണോ നമസ്കരിക്കാനും പഠിപ്പിച്ച് കാണിച്ചു വന്നു അപ്രകാരം നമസ്കരിക്കുക. നമസ്കാരം മുതൽ ഹജ്ജ് വരെ എല്ലാ കർമ്മങ്ങളും മാതൃകയായി പ്രവാചകനിൽ നിന്ന് സ്വീകരിക്കുക. അതിനാ പ്രവാചകന്മാരെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. കൽപ്പനകൾ നൽകി അങ്ങനെ ആ കൽപ്പനകളനുസരിച്ച് എങ്ങനെയാണോ ജീവിക്കേണ്ടത് ആ മാതൃകളായി ആ മാതൃക പിൻപറ്റുക. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടായി. പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിയും. ആ 73 ഒരു സമൂഹം, ഒരു മാർഗം, ഒരു കൂട്ടർ മാത്രമാണ് സ്വർഗത്തിലേക്ക്, ബാക്കി 72 നരകത്തിലേക്കാണ് എന്നാണ്. അപ്പോൾ 72 നമസ്കരിക്കുന്നവരാണ്. നമസ്കരിക്കുന്നവരാണ് മുസ്ലിം. എൻ്റെ സമൂഹം എന്ന് പറഞ്ഞാൽ അതല്ലേ. മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവരാണ്. ആ നമസ്കരിക്കുന്നവരായി 73-ൽ ഒരു കൂട്ടർ മാത്രമാണ് സ്വർഗത്തിലേക്ക്, ബാക്കി മുഴുവൻ നരകത്തിലേക്കാണ് എന്ന് വിശ്വാസം പറയുമ്പോൾ അതിന് ഗൗരവം നാം മനസ്സിലാക്കുക. അതേതാണെന്ന് ചോദിച്ചു സാഹിബിമാർ. അപ്പോൾ പറയുകയുണ്ടായി, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സാഹബത്തും ഇതൊരു മാർഗം, ആ മാർഗം. അപ്പോൾ നമ്മൾ ഏതോ ഒരു കാര്യങ്ങൾ, സംശയാസ്പദമായ കാര്യങ്ങൾ വരുമ്പോഴേ നബിയും സഹാബത്തിനെ ഏകോപിച്ച് മാർഗത്തിൽ ഇതുണ്ടോ ഇല്ലയോ പരിശോധിക്കേണ്ടതുണ്ട്. എങ്കിലേ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുള്ളൂ. അള്ളാഹിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചെന്ന്, അള്ളാഹ് പഠിപ്പിച്ചെന്ന കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നമ്മൾ സ്വർഗം വേണം. നബി സഹാബത്തെ ഏകോപിച്ച മാർഗം അതാണ്. നമ്മൾ ഷഹാദത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൻ അതായത് ലാ ഇലാഹ ഒരു ഇലാഹും ഇല്ല, ഇല്ലല്ലാഹ് അള്ളാഹുവിലേക്ക് ആരാധനഘരനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഒന്നാമത്തെ കാര്യം. അപ്പോൾ മക്ക മുശ്രിക്കുകളിലാണ്, കാഫിരീങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പ്രവാചകൻ ചെയ്തു. ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പ്രവാചകൻ ചെയ്തത്. എന്ത് ചെയ്യുന്നു? ആ കാലഘട്ടം, ജാഹിലിയ കാലഘട്ടം ഒക്കെ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ കഅബാലയത്തിലെ 360ഓളം ബിംബങ്ങളെ സ്ഥാപിച്ചിരുന്നു. നൂഹ് നബി ഇസ്ലാം മുതൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പുള്ള കാലഘട്ടത്തിൽ മരിച്ചുപോയ മഹാന്മാരുടെ ബിംബങ്ങൾ കല്ലുകൊണ്ട് കുത്തി ഉണ്ടാക്കി. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി ഇസ്ലാമിൻ്റെ ഒക്കെ ബിംബങ്ങൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? അവരോട് സങ്കടം പറയുന്നു. ആ കല്ലിനോടല്ല ചോദിക്കുന്നത്, എന്തിനാണ് ബിംബം ഉണ്ടാക്കി വെച്ചുള്ളത്. അപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറയണമെങ്കിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പ് പോയി പറയാം. ആ കല്ലിനോടല്ല. കല്ലിൽ ആരാണ് പ്രതികരിക്കുന്നത്? കല്ല് പിന്നിൽ ഒരാളുണ്ട്. അല്ലെങ്കിൽ ഇസ്മായിൽ നബി ഇസ്ലാമിൻ്റെ ബിംബമുണ്ട് തൊട്ടടുത്ത്, അങ്ങനെ അതിനോട്. അല്ലെങ്കിൽ വേറെ വദ്, നസ്ർ, യഹൂസ്, യാവൂഖ് പോലുള്ള മുഹമ്മദ് ഇസ്ലാമിന് മുമ്പ് മരിച്ചു മഹാന്മാരെ ആളുകൾ ഇവിടെ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അവരോടാണ് അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് എന്നുള്ള ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന് വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവരോടായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. അവർക്ക് നേർച്ചകൾ അർപ്പിച്ചിരുന്നു. അള്ളാഹുവിന് നേർച്ചകൾ അർപ്പിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ മരിച്ചുപോയ മഹാത്മാക്കൾ നേർച്ചകൾ അർപ്പിച്ചിരുന്നു. അവരോട് പ്രാർത്ഥിച്ചിരുന്നു. അവരോട് പാപം തേടിയിരുന്നു. അവരോട് സങ്കടം പറഞ്ഞിരുന്നു. ആ ഒരു അവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഈ അവസ്ഥക്ക് വ്യത്യാസം ഉണ്ടാവാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോട് പ്രബോധനം ചെയ്തത്. കാരണം ഗൈബിയ നിലക്കുള്ള എല്ലാ സഹായപ്രവർത്തനങ്ങളും അതെന്താവുന്നു? ആരാധനയാകുന്നു. ആരാധനക്കാരൻ അള്ളാഹു വന്നു. നബി സ്വയം പഠിപ്പിച്ചു കൊടുത്തു, ദുആഉ ഇബാദ, ദുആഉ അത് ആരാധനയാകുന്നു. ദുആ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പരസ്പരം ഉള്ള വിളിച്ചാവശ്യപ്പെടുന്ന ദുആ എന്ന് പറയില്ല, സഹായപ്രവർത്തനം ദുആ എന്ന് പറയില്ല. കാണാത്ത ഗൈബിയ നിലക്കുള്ള, അദൃശ്യമായ നിലക്കുള്ള സഹായപ്രവർത്തന, അതാണ് ദുആ. അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അള്ളാഹുനും കാണുന്നില്ല, അള്ളാഹുൻ കേൾക്കുന്നു, അറിയുന്നുണ്ട്, നമ്മളെ ഉത്തരം നൽകും എന്ന വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു. അത് പ്രാർത്ഥന, ആരാധന. അതേ രൂപത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ രക്ഷിക്കണേ, പ്രതിഷേധ കാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം അത് ദുആയാണ്, ഗൈബിയായ സഹായപ്രവർത്തനാണ്. ദുആ ഇബാദ, ദുആ ആരാധനയാകുന്നു. ആരാധനക്കാരൻ അള്ളാഹു ആകുന്നു എന്ന് ആര് പഠിപ്പിച്ചു? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആര് പഠിപ്പിച്ചത്? അള്ളാഹു പഠിപ്പിച്ചു കൊടുത്താണ്. അതുകൊണ്ട് ആരാധനകൾ അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക. അതാണ് തൗഹീദ്. ആരാധനകളിൽപ്പെട്ട എന്തെങ്കിലും നേർച്ചകളോ ഇബാദുകളോ പ്രാർത്ഥനകളോ
പാപമോ എന്താട്ടെങ്കിലോ നിലക്കുള്ള സഹായപ്പെടുത്തങ്ങളെ പറ്റി എന്തെങ്കിലും ഒന്ന് അള്ളാഹു ഒഴിയുള്ളവർക്ക് സമർപ്പിച്ചാൽ ശിർക്ക് വരും. അത് ബിംബങ്ങൾ ഉണ്ടാവട്ടെ, ബിംബങ്ങൾ ഇല്ലാതിരിക്കട്ടെ, ഏതായാലും ശരി അള്ളാഹു ഒഴിയുള്ളതൊക്കെ എന്താവുന്നു? സൃഷ്ടികളാവുന്നു. പക്ഷേ മലക്കുകളായാലും ജിന്നുകളായാലും ജീവനുള്ളവരായാലും ഇല്ലാത്തവരായാലും ഒക്കെ തന്നെ, കല്ലായാലും എല്ലാം എന്താവുന്നു? സൃഷ്ടികളാവുന്നു. അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്. അപ്പോൾ ആരാധനകൾ അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക, അതാണ് തൗഹീദ്. ആരാധനപ്പെട്ട എന്തെങ്കിലും ഒന്ന് സൃഷ്ടികളെ പറ്റിയാൽ ശിർക്ക് വരും. അക്കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അക്കാര്യം നമ്മൾ ഊന്നൽ നൽകിക്കൊണ്ട് തൗഹീദ്, അതിനാ തൗഹീദ്. ആരാധനകൾ മുഴുവൻ അള്ളാഹുവിനെ അർപ്പിക്കുക തൗഹീദ്. ആരാധനപ്പെട്ട എന്തെങ്കിലും സൃഷ്ടികളെ പറ്റി ശിർക്ക് വരും. ശിർക്കോട് കൂടി മരണപ്പെട്ടാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂല. അതാണ് ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ട കാര്യം. തൗഹീദോട് കൂടി മരിച്ചു കഴിഞ്ഞാൽ എത്ര പാപം ചെയ്താലും ശരി, ശിർക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവസാനമെങ്കിലും അല്ലാഹു തആല നരകത്തിൽ നിന്നും മോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതല്ല അള്ളാഹു പുറത്തു കൊടുക്കാൻ ഉദ്ദേശിച്ചാലോ നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും. അപ്പോൾ തൗഹീദോട് ജീവിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ഇലാഹും ഇല്ല. ആദ്യം ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു. അബ്ദുൻ ഹിന്ദുവില്ല 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 എന്നിങ്ങനെ ഹിന്ദുവില്ല ഖുർആൻ ആവർത്തിച്ച് പറയും. അള്ളാഹുവിന് പുറമെ അവരെന്ത് ചെയ്യുന്നു? സൃഷ്ടികൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു, സൃഷ്ടികളെ ആരാധിച്ചിരുന്നു. അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. കാര്യം ഖുർആൻ പറയുന്നുണ്ട്, ആരാണ് ആകാശലോകം സൃഷ്ടിച്ചത്? അത് അള്ളാഹു എന്ന് പറയും. ആരാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? അള്ളാഹു ആണെന്ന് പറയും. ആരാ മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു എന്ന് പറയുന്നു. അപ്പോൾ അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നു, അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു. എന്നാൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന അതേപോലെ തന്നെ സൃഷ്ടികളും ആരാധിച്ചിരുന്നു. അപ്പോൾ ആരാധനക്കാരൻ അള്ളാഹു ആകുന്നു. അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാൾ ആരാധിക്കരുത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം. അതായിരുന്നു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പ്രബോധനം ചെയ്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ പറയുക, പ്രഖ്യാപിക്കുക, അള്ളാഹു ഇല്ലാതെ ആരാധന മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിക്കുക. നിങ്ങൾ അങ്ങനെ പ്രഖ്യാപിച്ചാൽ നിങ്ങൾ വിജയം വരിക്കാം. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഷഹാദ്. അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു ഞാൻ സാക്ഷി വഹിക്കുന്നു, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധന മറ്റാരുമില്ല. രണ്ടാമത്തെ ഷഹാദത്ത് വഅഷ്ഹദു ഞാൻ സാക്ഷി വഹിക്കുന്നു, വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, നിശ്ചയമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന്, അള്ളാഹു അയച്ച ആളാണ് നമുക്ക് എന്ത് ദീൻ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്. വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഉത്തരവ് പ്രകാരം അനുസരിക്കപ്പെടുവാനും വേണ്ടി അല്ലാതെ പ്രവാചകന്മാരെ അയച്ചിട്ടില്ല. അപ്പോൾ നമ്മളൊക്കെ എന്ത് വേണം? പ്രവാചകന്മാരെ അനുസരിക്കണം. അതാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത്, അത്തഖുല്ലാഹ് വഅതീഉൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്നെ പിൻപറ്റുക. അതാണ് നമ്മൾ ഷഹാദത്ത്. ആ ഷഹാദത്തിൽ നമ്മൾ ഉറച്ചു വെക്കണം. നമ്മൾ മുമ്പ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമുണ്ട്, അതേപോലെ തന്നെ മൂസാ നബി ഇസ്ലാമുണ്ട്, ഈസാ നബി ഇസ്ലാമുണ്ട്. അവരൊക്കെ മത നടപടിക്രമങ്ങളുണ്ട്. അതൊക്കെ എന്ത് ചെയ്തുകൂടാ? നമ്മൾ സ്വീകരിച്ചുകൂടാ. അവരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മത നടപടിക്രമങ്ങളാണ് സ്വീകരിക്കേണ്ടത്. പിന്നെ അവസാന കാലത്ത് ഈസാ നബി ഇസ്ലാം വരും. അപ്പോൾ ഈസാ നബി ഇസ്ലാം പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മത നടപടിക്രമങ്ങളാണ് സ്വീകരിക്കേണ്ടത്. അത് പിൻപറ്റിക്കൊണ്ട് ആയിരിക്കും ഇവിടെ ജീവിക്കുക. അത് പ്രവചനം ചെയ്തുകൊണ്ടായിരിക്കും അവസാന കാലത്ത് ദജ്ജാലിൽ നിൽക്കുന്നുകൊണ്ട് ഇവിടെ ജീവിക്കുക എന്ന് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റി ജീവിക്കണം. മിസ്ലാംഫിൽ ജമൽ, കടിഞ്ഞാണിട്ട ഒട്ടകത്തെ പോലെ. അവർ കടിഞ്ഞാണിട്ട ഒട്ടകത്തെ എങ്ങനെ തെളിച്ചു കൊണ്ടുപോകുന്നു? ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി നാം ജീവിക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തൗഹീദ് ഓടുകൂടി ജീവിച്ച് മരിച്ച് സ്വർഗ്ഗം സാധിക്കുകയുള്ളൂ. അക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അത് ഖിയാമത്ത് നാൾ വരെ ഖുർആനും ഹദീസും ഇവിടെ കാത്തു സൂക്ഷിക്കുമെന്നുള്ള ഉറപ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ അത് വിട്ടുകൊണ്ട് ഇമാമിങ്ങളെ പിൻപറ്റിയാൽ, സഹാബിമാരെ പിൻപറ്റിയാൽ, അല്ലെങ്കിൽ വാപ്പമാൻ പിൻപറ്റിയാൽ വഴിവീഴ്ച പോകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് കുല്ലു ബനി ആദമു ഖത്താഉൻ, എല്ലാ മനുഷ്യന്മാർക്കും തെറ്റുപറ്റും. വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, തെറ്റുകുറ്റങ്ങൾ വന്നവരിൽ ഉത്തമന്മാർ പശ്ചാത്തപിക്കുന്നവരാണ്. മുജദ്ദിദീങ്ങൾ ഇമാമികളെ പറ്റി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. മുജദ്ദിദീൻ ഇമാമികളെ പോലും പിൻപറ്റരുത്. കാരണം എന്തുകൊണ്ട്? ഇജ്തിഹാദ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയും തെറ്റും കിട്ടും. അങ്ങനെ ഖുർആൻ ഹദീസും മനഃപ്പാടമാക്കിക്കൊണ്ട് ഇജ്തിഹാദ് ചെയ്ത മുജദ്ദിദീങ്ങൾ പണ്ഡിതന്മാർ ഫത്വ ഇറക്കി കഴിഞ്ഞാൽ പിൻപറ്റരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്തുകൊണ്ട്? അവർക്ക് തെറ്റുപറ്റും. നബി സല്ലല്ലാഹു അലൈഹി പറയുകയുണ്ടായി ഒരു വചനത്തിൽ, ഒരു മുജദ്ദിദീയ ഇമാമ്
ഒരു കാര്യം ഇജ്തിഹാദ് ചെയ്തു, ഗവേഷണം നടത്തി, അങ്ങനെ ശരിയായാൽ അദ്ദേഹത്തിന് 2 പ്രതിഫലമുണ്ട്, തെറ്റായാലും 1 പ്രതിഫലമുണ്ട്. അതാണ് തെറ്റായാലും 1 പ്രതിഫലമുണ്ട്. കാരണം ഇജ്തിഹാദ് ചെയ്യാൻ പരിശ്രമിച്ചു. കാരണത്താൽ മുജദീദ്. പക്ഷേ അവരൊക്കെ ആരാ പിൻപറ്റിയ പറഞ്ഞ ഇതാ സഹൽ ഹദീസ് ബഹു മദ്ഹബി, ഹദീസ് സഹിയാണെന്നുള്ള അതാണ് എൻ്റെ മദ്ഹബ് എന്നാണ് ഇമാമികളൊക്കെ തന്നെ പറഞ്ഞത്. അപ്പോൾ ഈ നമ്മൾ ഹദീസാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിൻപറ്റേണ്ടത്. ഏത് കാലത്തും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിൻപറ്റേണ്ടത്. അതാണ് ഷഹാത്ത്. അവിടുന്ന് തെറ്റുമ്പോൾ ആണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് മാ അന അലിഹി വസ്ഹാബി, ഞാൻ എൻ്റെ സാബിത്ത് ചെയ്ത മാർഗം ആ മാർഗം അതാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ മരിച്ചുപോയ മഹാത്മാക്കളും ഇസ്തിഹാസത്ത് സഹായം ചോദിക്കുന്നത് എന്താവുന്നു, അത് അനുവദനീയം ജായിസാവുന്നു. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാപം അത് ജായിസാവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൗലൂദ്, റാത്തീബ്, ഹദാദ്, കുത്തുബുകളൊക്കെ ജായിസാവുന്നു, അനുവദനീയമാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 926 മുതൽ ഈ കാലഘട്ടം വരെ സമസ്തകാരെന്ത് ചെയ്തു, അന്ന് പ്രമേയം അവതരിപ്പിച്ചു. അങ്ങനെ 31ഓളം കാര്യങ്ങൾ അവരുടെ പ്രമേയത്തിൽ ഉണ്ട്. അതുകൾ ഒക്കെ ഖുർആൻ ഹദീസ് ഉദ്ധരിക്കാതെയാണ് അവരെന്ത് ചെയ്ത് പണ്ഡിതന്മാർ സഭ കൂടി പാസ്സാക്കി, ക്രിസ്ത്യാനികൾ സഭ കൂടി പാസ്സാക്കുന്ന പോലെ ആണ് പാസ്സാക്കിയത്. അത് ശിർക്കാണ്, ബിദഅത്താന്ന് പറയുന്നവർ അവരെന്താ പറ്റൂല, ഇമാമത്തിന് പറ്റൂല, ഖാസിസ്ഥാന് പറ്റൂല, മുസ്ലിമീങ്ങളല്ല, ഒരു സലാം ചെല്ലാൻ പാടില്ല, അങ്ങനെ മുസ്ലിമുകളുള്ള ഇടപാടുകളൊന്നും നടത്താൻ പാടില്ല എന്നൊക്കെ എന്ത് ചെയ്യുന്നു, അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ ഹദീസോ പിൻബലം ഉള്ളതായിക്കൊണ്ടാണോ അവർ പ്രമാണം എഴുതിയത്? അല്ല. കേരളത്തിലെ മുസ്ലിമുകൾ 1000 വർഷമായി ചെയ്തു വരുന്നു, ഇപ്പോൾ ചെയ്തു വരുന്നവരെ താഴെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോഴാണ് മൗലൂദ്, റാത്തീബ്, ഹദാദ്, കുത്തുബകൾ, മരിച്ചുള്ള സഹായപരത്തങ്ങൾ, റസൂലുള്ളാഹിയുടെ പാപമോചനേട്ടം, മരിച്ചവർക്ക് നേർച്ചകളൊക്കെ അവരെന്ത് ചെയ്ത് അനുവദനീയമാക്കിയിരിക്കുന്നത്. അള്ളാഹു റസൂൽ എന്ത് ചെയ്തില്ല, ഖുർആനിലുള്ള ഹദീസ് നമുക്കത് അനുവദനീയമാക്കി തന്നില്ല. അതൊക്കെ എന്ത് ചെയ്യുന്നു, അനാചാരങ്ങളാണ്. ഷറൽ ഉമൂർ, വിശ്വാസം അടുപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് അനാചാരം. ഷറൽ ഉമൂർ അതൊക്കെ ഷറാണ്. അനാചാരം ചെയ്തു പോയാൽ എന്ത് ചെയ്യുന്നു, അമലുകളൊന്നും അള്ളാഹ് സ്വീകരിക്കൂല, ഇതുവരെ അത് ഉപേക്ഷിക്കുന്നവരെ. അതോടുകൂടി എന്ത് ചെയ്യുന്നു, ഷിർക്കിൽ എത്തിപ്പെടും. വസീല ശിർക്ക് കൂടിയാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ശിർക്കിൽ എത്തിപ്പെടാൻ അത്തരത്തിലൂടെ അനാചാരങ്ങളിലൂടെ ധാരാളം സാധ്യതകളുണ്ട്. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറയുമ്പോൾ പറയാറുണ്ടായിരുന്നു, ഷറൽ ഉമൂർ മുഹ്ദാസുഹ, അത് കാര്യങ്ങൾ വെച്ച് ഏറ്റവും ഷറായത് പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയതാവുന്നു. ഒക്കുല്ല മുഹ്ദൻ ബിദ്അ, പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയത് നമ്മൾ കണ്ടുപിടിച്ച് നിർമ്മിച്ചുണ്ടാക്കുക, അതൊക്കെ ബിദ്അത്താവുന്നു. ബിദ്അത്ത് വലാലത്താണ്, വഴിച്ച് മാർഗമാവുന്നു, വഴിച്ച് മാർഗം നരകത്തിലേക്കുമാവുന്നു എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത് ആവർത്തിച്ച് ഓരോ പ്രസംഗത്തിന് മുമ്പിൽ പറയാറുണ്ട്. അക്കാര്യം ഓർക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിച്ചത് അവിടെ നിൽക്കുക. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അന അൽ സഹബി, ഞാൻ എൻ്റെ സാബിത്ത് ചെയ്ത മാർഗത്തിലോ ആണോ ആ മാർഗം, അതാണ് സുഖത്തിലെ മാർഗം. അതുകൊണ്ട് തന്നെ നമ്മൾ സമസ്തക്കാരോടായി നമ്മൾ ചോദിക്കേണ്ടത്, അവർ ഖുർആൻ പരിഭാഷ ഇറക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഹദീസിൻ്റെ പരിഭാഷകൾ ഇറക്കിയിട്ടുണ്ട്, കിതാബുകൾക്ക് പരിഭാഷകൾ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ സമസ്തക്കാർ എന്ത് അത് പരിശോധിച്ച് നോക്കുക. മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചോദിക്കുവാൻ വേണ്ടി ആ പരിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ, അവരവർക്ക് പരിഭാഷയിൽ നോക്കട്ടെ. അവർ ആയത്ത് ഓതിങ്ങാണ്ട് എന്ത് ചെയ്യുന്നു, പറയും മുസൽമാൻക്ക് ഉണ്ട് മരിച്ചവരോട് സഹായം ചോദിക്കാനാണെന്ന്. ആയിക്കോട്ടെ, ആയത്തുകൾ അവതരിപ്പിച്ച ആരൊക്കെയാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സാഹിബത്തും ആയത്തുകൾ ഓതിക്കൊണ്ട് പഠിച്ചുകൊണ്ട് മരിച്ചവരെ സഹായം ചോദിച്ചിരുന്നോ ഇല്ലേ? അതാണ് നമുക്ക് ആരോട് ചോദിക്കേണ്ടതുണ്ട്. അത് ഖുർആൻ പരിഭാഷയിൽ ഹദീസ് എഴുതിയിട്ടുണ്ടോ ഇല്ലേ? നബി സാഹിബത്ത് ചോദിച്ചു മാർഗത്തിലുണ്ടോ ഇല്ലേ? അതേപോലത്തെ ഏത് ചർച്ച വിഷയം വരുമ്പോൾ നോക്കുക നമ്മൾ ഖുർആൻ ഹദീസും. ആരും സമസ്തക്കാരുടെ തന്നെ നോക്കുക, അവർക്ക് എന്തെങ്കിലും പരിശോധിച്ച് നോക്കുക. മരിച്ചവരെ സഹായം ചോദിക്കാനുണ്ടോ, ഫാത്തിഹ പ്രവാചകരുടെ പാപം തരാനുണ്ടോ, നബി സാഹിബത്ത് ചെയ്തിരുന്നില്ലേ എന്ന് പൂർവികന വാപ്പന്മാർ ചെയ്തു പോകുന്നു. അത് ആണ് തെളിവായി ആരും ഉദ്ധരിക്കുന്നത്. അത് നമുക്ക് ഇസ്ലാമിക തെളിവല്ലല്ലോ. വാപ്പന്മാർക്ക് തെറ്റുപറ്റാത്ത പ്രവാചകനാണ്. ആ പ്രവാചകൻ എന്ത് ചെയ്തു, സാഹിബ് പഠിപ്പിച്ചു കൊടുത്തു. അതും പ്രവാചകൻ ചെയ്ത് പിൻപറ്റുക എന്നല്ല പറഞ്ഞത്, പ്രവാചകന്റെ സാഹിബിമാർ പിൻപറ്റാൻ പറഞ്ഞില്ല. മാ അന അലൈഹി വസല്ലം, ഞാൻ എൻ്റെ സാഹിബിനെ ഏകോപിച്ചു, നബി സാഹിബത്തെ ഏകോപിച്ച മാർഗം. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിന് മാത്രമുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 കൂടുതൽ വിവാഹം ചെയ്തിരുന്നു, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അത് അങ്ങനെ പല കാര്യങ്ങളുണ്ട് എടുത്തിരിക്കേണ്ടത്. അല്ല, അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോൾ സാഹിബന്മാർക്ക് എന്ത് ചെയ്യുന്നു, സാഹിബിനും പ്രത്യേക സന്ദർഭം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. അതൊന്ന് ഏതെങ്കിലും സഹായം പ്രവർത്തിച്ചു, അത് നമുക്ക് മാതൃകയല്ല.
എബിസൈന് തികച്ച മാർഗമാണ്, ഏകോപിച്ച മാർഗമാണ്, ഏകോപനം ഉണ്ടാവണം. അതാണ് നമുക്ക് പ്രത്യേകിച്ച് വീട്ടിൽ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചോദിക്കാൻ സംസ്കാര ഖുർആൻ പരിഭാഷയിലുണ്ടോ ഇല്ലയോ നോക്കുക, അത് തഫ്സീർ എഴുതിയിട്ടുണ്ടാവും നോക്കുക. ഒക്കെ മലയാളത്തിൽ കിട്ടുമല്ലോ നമുക്ക് പരിഭാഷ എഴുതി, ഹദീസുകൾ എഴുതി വെച്ചിട്ടുണ്ട് അതിന് തഫ്സീറായതുകൊണ്ട് ആ വകയിലുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഗ്രാമുകൾ നമുക്ക് മനസ്സിലാകും എവിടെയില്ല. അതുകൊണ്ടാണല്ലോ അവർ തെളിവുകളൊന്നും ഇല്ലാതെ അവർ പ്രമേയം ഉണ്ടാക്കിയത്. ആ പ്രമേയത്തിലില്ലല്ലോ ഏൽഫ് മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നു, ഇപ്പോൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തു വേണം, നമ്മൾ ഖുർആൻ പഠിച്ചറിയണം, അത് തഫ്സീറായ ഹദീസ് പഠിച്ചറിയണം. അത് എവിടുന്ന് പഠിച്ചാലും വേണ്ടില്ല, നമുക്ക് ബോധ്യപ്പെടും. ആദ്യം സമസ്തക്കാരാണ് എങ്കിൽ നമ്മൾ സമസ്തയുടെ ഗ്രന്ഥങ്ങളിലൂടെ പഠിച്ച് മനസ്സിലാക്കണം. പിന്നീട് എന്ത് ചെയ്യണം, നമ്മൾ യഥാർത്ഥമായി അഹ്ലുസുന്നത്ത് ജമാഅത്ത് എന്താണ് മനസ്സിലാക്കണമെങ്കിൽ മുജാഹിദീങ്ങളുടെ തഫ്സീർ നോക്കുക. അമാനി മൗലി തഫ്സീർ പദാപദം അർത്ഥം എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽ ഹദീസുകൾ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, ഒട്ടാകെ അർത്ഥം എഴുതിയിട്ടുണ്ട്, വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇത് രണ്ടും താരതമ്യപ്പെടുത്തി കൊടുക്കുക. നമുക്ക് സ്വർഗം കിട്ടണം എന്ന ഒരു ചിന്ത ബോധം നമുക്ക് ഉണ്ടെങ്കിൽ കുറച്ച് പരിശ്രമിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വിഷയ സംബന്ധമായി ഇനിയും ധാരാളം കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. സമയക്കുറവുകൊണ്ട് നീട്ടി കൊണ്ടുപോകുന്നില്ല. ഇത്തരം കാര്യങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. അല്ലാഹു നമ്മെ തോന്നിക്കുമാറട്ടെ. അല്ലാഹു ഗഫർ ലിൽ മുഅ്മിനീന വൽ മുസ്ലിമീന മുസ്ലിമാത്ത് റബ്ബനാ വലംനാ അൻഫുസനാ വലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، نعوذ بك من شر ما استعاذ من نبيك محمد صلى الله عليه وسلم. أنت المستعان وعليك البلاغ، لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. അല്ലാഹുവേ, പ്രയാസങ്ങളും ഞെരുക്കളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾ ധാരാളമുണ്ട്. ഞങ്ങൾ രോഗികളായവരുണ്ട്, ആശുപത്രിയിലുള്ളവരുണ്ട്, വീടുകളിലുണ്ട്, കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്, രോഗം കാരണത്തിൽ പല പ്രയാസങ്ങളും ഞെരുക്കളും വേദനകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. ഞങ്ങൾക്കും അവർക്കും ഒക്കെ തന്നെ ഞങ്ങൾ വസിയ്യത്ത് ചെയ്തിട്ടും അല്ലാത്തതും ഒക്കെ തന്നെ പ്രയാസങ്ങൾ ഞെരുക്കളിൽ രോഗങ്ങൾ ശിഫ നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ധാരാളമായ പ്രയാസങ്ങൾ മറ്റു പല പ്രയാസങ്ങളുമുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രയാസങ്ങൾ, കടങ്ങളുണ്ട്, മറ്റു ഞെരുക്കങ്ങൾ പലതുമുണ്ട്, മനസ്സിനുള്ള തിടുക്കങ്ങളുണ്ട്. അതൊക്കെ നിനക്കറിയുന്ന പോലെ ഞങ്ങൾ അതേപോലെ തന്നെ ഞങ്ങൾ യാത്ര പോയവരുണ്ട്, പോകേണ്ടവരുണ്ട്, പോയിട്ട് തിരിച്ച് വരേണ്ടവരുണ്ട്, തിരിച്ച് വന്നവർ പോകേണ്ടവരുണ്ട്. ഇവർക്കും ഞങ്ങൾക്കൊക്കെ ഒരുപാട് പ്രയാസം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായ പ്രയാസങ്ങൾ, ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങളിൽ നിന്നും, ഈ ഹലോകത്ത് ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങളും പരലോകത്ത് ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങളും ഒക്കെ തന്നെ ഞങ്ങൾക്ക് തുറവി നൽകിയാണ് തമ്പുരാനെ. വിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിച്ച് നബിയുടെ അതിന് തഫ്സീറായി ഹദീസ് പഠിച്ചിറങ്ങിക്കൊണ്ട് മാതൃകളായി ജീവിച്ചു വരിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഇന്നുമല്ല മറ്റാരും ദുആ ചെയ്യുവാനില്ല, ഞങ്ങൾ ദുആ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ربنا تقبل منا دعاءنا انك انت السميع العليم ودعائنا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. والسلام عليكم ورحمه الله.